ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ റിവഞ്ച് സ്ട്രാറ്റജീസ് ഒക്കെ എമേർജ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് കരോലിൻ പീരീഡ്. നമ്മൾ പറഞ്ഞു ചാൾസ് ഫസ്റ്റിൻ്റെ ആ ഒരു ഭരണം ജെയിംസ് ഫസ്റ്റിൻ്റെ മരണശേഷം ചാൾസ് ഫസ്റ്റ് അധികാരത്തിലെത്തുന്നു. 1625 അധികാരത്തിലെത്തുന്നു. 1649 ഒലിവർ ക്രോംവെൽ അയാളെ കൊന്നിട്ട് രാജ്യം ഭരണത്തിന് കീഴിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സമയത്തുള്ള ഒരു കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. ജോൺ മിൽട്ടൺ, റോബർട്ട് ഹെറിക്ക്, അതുപോലെ തോമസ് ഹോബ്സ്, തോമസ് ബ്രൗണി, ജെയിംസ് ഷിർലി. ഇതിലും ഇമ്പോർട്ടൻ്റ് ഒറ്റകൾ മാത്രമേ ഉള്ളൂ. ജോൺ മിൽട്ടൺ മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ബാക്കി ആരും അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ആൾക്കാരല്ല ഈ ഒരു ടൈമിൽ. കാരണം എന്ന് വെച്ചാൽ അത്ര ഒരു ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ വളരെ ഒരു ബിലോ, അതായത് അതിൻ്റെ ഒരു ഫ്ലറിഷ്മെൻറ്റ് അത്രയും ഒരു കുറഞ്ഞൊരു സമയമായിരുന്നു ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ഇയാൾ മരിച്ചു, ഷേക്സ്പിയർ മരിച്ചു പോയി. പിന്നെ അത്ര വേണ്ടത്ര ഒരു നല്ല റൈറ്റിങ്സ് ചെയ്യുന്ന ആരും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് അത്ര ലിറ്ററി ഒരു എമർജൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ആൻഡ് ഓൺലി ദ റൈറ്റർ ഈസ് ഓൺലി ജോൺ മിൽട്ടൺ ആയിരുന്നു ആ സമയത്ത് ഫേമസ് റൈറ്റർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അറിയുന്ന റൈറ്ററാണ് മിൽട്ടൺ മാത്രമാണ്. അപ്പോൾ ഇനി മിൽട്ടൺ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിൽട്ടൺ വെൻ ഇറ്റ് കംസ് ടു 1649 ആൾക്കാരൊക്കെ ഇയാൾക്ക് തിരിഞ്ഞു. ഇയാൾക്ക് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ആരെ കൊല്ലാണ്? ചാൾസ് ഫസ്റ്റിനെ വധിച്ചിട്ട് ആര് അധികാരത്തിലേക്ക് വരികയാണ്? ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ആ ഒരു കിങ് അധികാരത്തിലേക്ക് വരികയാണ്. The Commonwealth period in English literature figure refers to a period of time between the English Civil War and the Restoration from 1649 to 1660. സിവിൽ വാർ എന്ന് പറയുന്നത് വാട്ട് ഇസ് സിവിൽ വാർ? എന്താ വാട്ട് ഇസ് സിവിൽ വാർ? എന്താ പറയാം മക്കളെ? സിവിൽ വാർ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഒരുപാട് സിവിൽ വാർ പഠിക്കാണ്ട് നമുക്ക് ഡിഗ്രി സിലബസിലൊക്കെ ഹിസ്റ്ററി ചെയ്യുന്ന സമയത്ത്. The war between the peoples in the same country. ഇപ്പോൾ നമ്മളെ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ CPM കോൺഗ്രസും തമ്മിൽ അടിക്കുകയാണെങ്കിൽ തമ്മിൽ വാർ നടത്തുന്നതിന് പേരുന്നത് സിവിൽ വാർ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് സിവിൽ വാറുകൾ ഉണ്ടാകുന്നു. അതിന് ഫലമായിട്ട് ഇവിടെ ആര് കൊല്ലപ്പെടുകയാണ്? ചാൾസ് ഫസ്റ്റ് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഒലിവർ ക്രോംവെൽ അധികാരത്തിലെത്താണ്. ഡ്യൂറിങ് ദിസ് ടൈം ഇംഗ്ലണ്ട് വാസ് എ റിപ്പബ്ലിക് ലെഡ് ബൈ ഒലിവർ ക്രോംവെൽ ആൻഡ് ഹിസ് പ്യൂരിറ്റൻ ഗവൺമെൻറ്. അങ്ങനെ എന്ത് വരുന്നു? പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്യൂരിറ്റൻ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒലിവർ ക്രോംവെലിന് കീഴിലുള്ള ഗവൺമെൻറ് അധികാരത്തിലെത്തുന്നു. അതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയാണ്. എല്ലാ തിയേറ്ററും തീയിട്ട് നശിപ്പിക്കുന്നു. ഒരാൾക്കും ഒരു ഭാഗം എഴുതാനുള്ളൊരു വകുപ്പില്ല. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതെന്തോ നമ്മളൊരു ചെയ്യാൻ പാടില്ല. ഇറ്റ് അഗെയിൻസ്റ്റ് റിലീജിയസ് തിങ്സ്. അതൊരു ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു ഈ സമയത്ത് പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന ആ ഒരു ടീമിന് കൊണ്ടുവന്നത്. വെറും റിലീസുകൾ മാത്രം ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സിനിമ കാണാൻ, അതായത് പ്ലേ കാണാൻ പാടില്ല, പ്ലേ എഴുതാൻ പാടില്ല, പ്ലേ പെർഫോം ചെയ്യാൻ പാടില്ല, ഇവൻ ഒരു പോയം പോലും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ സമയമായിരുന്നത് ഈ ഒരു പ്യൂരിറ്റാനിസം ആവുന്ന സമയത്ത്. പക്ഷേ ആ സമയങ്ങളിൽ പോയിംസ് എഴുതിയിട്ടുണ്ട്, തീരെ എഴുതിയിട്ടല്ല. പക്ഷേ അതിൻ്റെ ഫ്ലറിഷ്മെൻറ്റ്, അതിനൊരു ഇതെന്തിട്ടില്ല, ഒരു എമർജൻസി വല്ലാണ്ടായിട്ടില്ല പറയാനുള്ളൂ കേട്ടോ. The literature of the Commonwealth period reflected the political and social upheaval of the time and was characterized by a rejection of the artistic and literary traditions of the past. Instead, writers of the Commonwealth period sought to create a new literary language that would reflect the changing values and ideas of the time. അതിൽ കുറച്ചുകൂടെ പറയുന്നുണ്ട്. ജോൺ മിൽട്ടൺ പറയുന്നുണ്ട്, ആൻഡ്രൂ മാർവെൽ, മാർഗരറ്റ് കാവൻഡിഷ്, ജോൺ ബനിയൻ, പിന്നെ തോമസ് ഹോബ്സ്. ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് മിൽട്ടണും ആൻഡ്രൂ മാർവെലും മാത്രം. ബാക്കി റൈറ്റേഴ്സ് നിങ്ങൾക്ക് പരിചയമാണ്, കാരണം അതൊക്കെ PhD പഠിക്കുന്ന റൈറ്റേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പോൾ മിൽട്ടൺ നമുക്കറിയാം, പ്യൂരിറ്റൻ റൈറ്റർ ആൻഡ് തിങ്കർ. മിൽട്ടൺ വാസ് എ പ്രൊമിനൻറ്റ് ഫിഗർ ഇൻ കോമൺവെൽത്ത് ഗവൺമെൻറ് ആൻഡ് റോഡ് സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡിംഗ് ദിസ് ടൈം, ഇൻക്ലൂഡിംഗ് എയറോപെച്ചിറ്റിക്ക, എ ഡിഫൻസ് ഓഫ് ഫ്രീ സ്പീച്ച് ആൻഡ് കോൾ ഫോർ റിലീജിയസ് ടോളറൻസി. മിൽട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. മിൽട്ടൺ എന്താണ്? മിൽട്ടൺ
ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ആളാണ്. അതായത് മിൽട്ടൺ കുറച്ച് മുമ്പ് എന്ത് ചെയ്തു, ഈ പ്യൂരിറ്റാനിസിനെ എതിർത്തു. പിന്നെ ഇവർ ഗവൺമെൻറ് വന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു, ഇവർ നേരെ മറിഞ്ഞു. എന്നിട്ട് പ്യൂരിറ്റാനിസിന് ഏറ്റവും നല്ലത് അതിനെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഹീ അഫ്രൈഡ് ഓഫ് ദാറ്റ് എക്സിക്യൂഷൻ, അതായത് ഇവരെ കൊല്ലും എന്നുള്ളൊരു സ്ഥിതി എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഹി വാസ് അഗെയിൻസ്റ്റ് ദ പ്യൂരിറ്റാനിസം അറ്റ് ടൈം ഓഫ് ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റ് സമയത്ത് എന്ത് ചെയ്യുന്നു, പ്യൂരിറ്റാനിസം അഗെയിൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്യൂരിറ്റാനിസം ഗവൺമെൻറ്, അതായത് അണ്ടർ ഒലിവർ ക്രോംവെൽ ഗവൺമെൻറ് വന്ന സമയത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ പ്യൂരിറ്റാനിസം എതിർത്ത ആൾക്കാരെ മൊത്തം എന്ത് ചെയ്യാൻ തുടങ്ങി, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ തുടങ്ങി. ആ സമയത്ത് അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്, ഇവന് മിൽട്ടൺ. പക്ഷേ മിൽട്ടൺ അതിന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് മിൽട്ടൺ പിന്നെ എന്തായിട്ട് മാറി, ക്രോംവെല്ലിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറി വരുന്നുണ്ട് കുറച്ച് കഴിയുന്ന സമയത്ത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് നോക്കാതെ മാത്രം കേട്ടോ. പിന്നെ ജോൺ മിൽട്ടനെ കുറിച്ച് നോക്കണം. കാരണം ഓൾമോസ്റ്റ് അയാളുടെ എല്ലാ വർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം വൈസ് നോക്കണമെങ്കിൽ. Milton was an English poet, polemist and civil servant, widely considered one of the greatest writers in English language. He lived during the Commonwealth period and was known for his involvement in politics, his religious beliefs and his works of poetry and prose. Some of his most famous works include Paradise Lost. ഇതിനൊക്കെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ആന്തോളജിക്കൽ ഒരു എപ്പിക്കാണ് പാരഡൈസ് ലോസ്റ്റ്. കൺസിഡേർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പാരഡൈസ് ലോസ്റ്റ് an epic poem in blank verse that tells the story of Satan's rebellion against God and his expulsion from the heaven. The poem explores the themes of sin, redemption and the nature of God. അതായത് സാത്താനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു കഥ പറയുന്ന ആ ഒരു സംഭവം പറയുന്നൊരു വർക്കാണ് എന്ത്, പാരഡൈസ് ലോസ്റ്റ് അല്ലേ. അടുത്തതോ പാരഡൈസ് റീഗെയിൻഡ്. Paradise Lost comes in 1667 and Paradise Regained comes in 1671 ആണ്, ഓർത്ത് വെക്കാം കേട്ടോ. This epic poem is a sequel to Paradise Lost and focuses on the temptation of Christ by Satan in the wilderness. It's a shorter work than Paradise Lost and explores themes of temptation, sacrifice and redemption. പിന്നെ എയറോപ്പജറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ വേറെ ആവശ്യം എയറോപ്പജറ്റിക് ഒരു അതിൻ്റെ ഇയർ ഓഫ് അപ്ലിക്കേഷൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ദ ഓൺലി വർക്ക് ദാറ്റ് റിട്ടൺ ബൈ മിൽട്ടൺ പ്രോസ് വർക്ക്, അത് ഒരു പ്രോസ് വർക്ക് എഴുതിയ ഒറ്റ പ്രോസ് വർക്ക് എഴുതിയിട്ടുള്ളൂ. അതെന്താണ്, എയറോപ്പജറ്റിക്കാണ്. ആൻഡ് ഇറ്റ് പ്രോസ് വർക്ക് അഗെയിൻസ്റ്റ് ദി സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എന്താണ്, സെൻസർഷിപ്പ് കൊണ്ടുവന്നു ആ സമയത്ത്. ആര്, ഗവൺമെൻറ്, പ്യൂരിറ്റൻ ഗവൺമെൻറ്. അങ്ങനെ സെൻസർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് എന്ത് നമുക്കറിയാം, 1649 എന്ത് വരുന്നത്, ഈ പ്യൂരിറ്റൻ ഗവൺമെൻറ് നിലവിൽ വരുന്നത്. പക്ഷേ ഈ വർക്ക് ചെയ്തപ്പോഴായിരുന്നു 1944. അതുകൊണ്ട് പറയാനുള്ള കാരണം എന്ത്, ഹി വാസ് അഗെയിൻസ്റ്റ് ദ പ്യൂരിറ്റൻ ഗവൺമെൻറ് ആദ്യം. അതായത് അത് വരുന്ന മുമ്പ് ഇയാളെതിരായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ സെൻസർഷിപ്പ് ആയത് അതിനെതിരെ ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല ആ സമയത്ത്. അതിന് ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു വർക്ക് ചെയ്താണ് എയറോപ്പജറ്റിക്ക എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ വർക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഹി റോട്ട് ദിസ് പ്രോസ് വർക്ക് ഈസ് എ ഡിഫെൻസ് ഓഫ് ഫ്രീ സ്പീച്ച് ആൻഡ് കോൾ ഫോർ റിലീജിയസ് ടോളറൻസ്. ഇറ്റ് വാസ് റിട്ടൺ ഡ്യൂറിംഗ് ദ കോമൺവെൽത്ത് പീരീഡ് ആൻഡ് അഡ്രസ്ഡ് ഇഷ്യൂസ് ഓഫ് സെൻസർഷിപ്പ് ആൻഡ് ദ ഫ്രീഡം ഓഫ് ദി പ്രസ്. Then the tenure of kings and magistrates ഇമ്പോർട്ടൻ്റ് അല്ല. ലിസിഡസ് ഇമ്പോർട്ടൻ്റ്. ലിസിഡസ് ഇസ് എ പാസ്റ്ററൽ എലജി. അവർ എലജിയാണ് കേട്ടോ ലിസിഡസ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് എലജി വാസ് റിട്ടൺ ഇൻ മെമ്മറി ഓഫ് മിൽട്ടൺ ഫ്രണ്ട് എഡ്വാർഡ് കിങ്. എഡ്വാർഡ് കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടായ എഡ്വാർഡ് കിങ്ങിനെ മൗണ്ട് ചെയ്യുന്നൊരു വർക്കാണ് ഇത് ലിസിഡസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവുക വർക്ക്. ചിലപ്പോൾ ഇനിയും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. ലിസിഡസ് വാസ് റിട്ടൺ ഇൻ 1637 ഈ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഏത് ഏജ് എന്ന് പറയുമ്പോൾ വിച്ച് ഏജ്, കോമൺവെൽത്ത് ആണോ അതോ കരോലിൻ പീരീഡ് ആണോ, ഏത് ഇയറാണ് വരിക? ഇറ്റ് വാസ് കമാൻഡർ കരോലിൻ ഏജ് ആണ് കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ ആ സമയത്ത് വർക്കായിരുന്നു ഏത്, ലിസിഡസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക്. ആൻഡ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പാസ്റ്ററൽ എലജി. ഇൻ ദാറ്റ് വർക്ക് കിങ് എഡ്വാർഡ് ആൻഡ് മിൽട്ടൺ കംസ് ആസ് ഷെഫേർഡ്സ് അല്ലേ, ഷെഫേർഡുകളായിട്ടാണ് അവർ ആ വർക്കിൽ ഇത് ചെയ്യപ്പെടുന്നത്, റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. Who drowns at sea, it on one of Milton's famous works and is known for its beautiful language and musicality. Overall, Milton's works are known for their religious and political themes. അത്രയേ ഉള്ളൂ. ഇനി പാരഡൈസ് ലോസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. കാരണം അത് ഇപ്പോൾ റീസെൻ്റ് ചോദിച്ചു വന്നൊരു ഓപ്ഷനാണ്. It was published in 1667. It tells the story of Adam and Eve's fall of grace and their expulsion from the Garden of Eden. അതായത് പറഞ്ഞെന്താണ്, ആദമും ഇവം അറിയാം, ആദവും ഹവ്വയും അവരുടെ ആദ്യം സുഹൃത്ത് ജീവിച്ച സമയത്ത് വരെ സാത്താൻ എന്ത് ചെയ്യണം, ഒരു പഴം കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു ഇറ്റ്സ് എ ഫോർബിഡൻ ഫ്രൂട്ട് ആയിരുന്നു, കഴിച്ചു. അതുപോലെ അവരെന്ത് ചെയ്തു, സ്വർഗ്ഗത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Expulsion from the Garden of Eden as well as Satan's rebellion against God and his own eventual fall from heaven. അതുപോലെ തന്നെ സാത്താൻ്റെ ഇതും.
The poem is composed of 12 books. ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. The poem is composed of 12 books. നിങ്ങൾ കാര്യം നോക്കേണ്ടി പോകുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ബാക്കി അതിന് തീം ഓർത്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 12 ബുക്കുകളായിട്ട് എന്തെങ്കിലും ഈ ഒരു വർക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. Each containing hundreds of lines of blank verse. It is considered one of the greatest works in English language and has had a profound influence of subsequent literary and culture. In Paradise Lost, Milton portrays Satan as a complex. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത്ര മാത്രം. ആ 12 ബുക്കുകളായിട്ടുള്ള എഴുതിയിട്ട് നോക്കുക കേട്ടോ. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വേറൊന്നും അത് കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഇമ്പോർട്ടൻ്റ് വർക്കാണ്. ഇതിൻ്റെ ഒരു ലൈനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈൻ ഞാൻ കൊടുത്തിട്ടില്ല ഇതിൽ. ലൈന് അതാ. They also serve who only stand and wait. ആ ഒരു ലൈൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ലൈനും ചോദിച്ചിട്ടുണ്ട്. when I consider how my light is spent. അതൊന്ന് കൊടുത്തിട്ടുണ്ടാവും. പേരും തോന്നുന്നു അത് കൊടുത്തിട്ടുണ്ടാവും. On His Blindness is a poem by John Milton written in 1655 in which the poet reflects on his own blindness and his feelings of inadequacy and despair as a result of it. അദ്ദേഹത്തിൻ്റെ കാഴ്ചക്ക് നഷ്ടപ്പെടുന്നുണ്ട് 1952 അല്ലേ. സിൻസ് 1652 he lost his eyesight അല്ലേ. അതിന് ശേഷമാണ് ഇയാളുടെ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ വർക്കുകളും എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇയാളുടെ ഓൾമോസ്റ്റ് എല്ലാ നല്ല ഫേമസ് വർക്കുകളും പബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് ശേഷമാണ് ഈ ഒരു വർക്കിന് ശേഷം ഈ ഒരു ബ്ലൈൻഡ്നസിന് ശേഷമാണ് ഓൾമോസ്റ്റ് എല്ലാ വർക്കും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്തു ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇയാൾക്ക് തോന്നൽ വരികയാണ് ഞാനിനി ദൈവം തന്ന ആ ഒരു വരം, ദൈവം തന്ന ആ ഒരു കഴിവ്, കാഴ്ചകൾ ആ ഒരു ഇത് ഞാൻ മര്യാദ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ ദൈവം എന്നിൽ നിന്ന് എടുത്തു കൊണ്ടുപോയത് എന്നുള്ള ചിന്ത ആർക്ക് വരികയാണ്, മിൽട്ടന് വരികയാണ്. അങ്ങനെയാണ് മിൽട്ടൺ എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ഓക്കെ. In the poem, Milton laments his blindness and wonders how he can continue to serve God without his sight. സോ ഗോഡോട് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് ഇതിനെ ആരാധിക്കാൻ കഴിയും, എനിക്ക് ഇതിനെ എങ്ങനെയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുക, സെർവ് ചെയ്യാൻ പറ്റുക. ഐ കാൺ സെർവ് യു ബിക്കോസ് എനിക്ക് നിന്നെ സെർവ് ചെയ്യാൻ കഴിയും, എനിക്ക് ഇതിനെ പ്രീതിപ്പെടുത്താൻ കഴിയും ബിക്കോസ് ഐ ലോസ് മൈ ഐസൈറ്റ് അല്ലേ. എനിക്ക് എൻ്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെയാണ് നിന്നെ പ്രീതിപ്പെടുത്തുക, ഇനി എങ്ങനെ നിന്നെ ആരാധിക്കുന്നത് ആരോട് ചോദിക്കുന്നത്, ദൈവത്തോട് ചോദിക്കുകയാണ്. പിന്നെ he feels that he has been deprived of his greatest gift, his ability to write and create poetry, and fears that he has been useless to God as a result. നിങ്ങൾ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ഒന്നും എഴുതാത്തത് കൊണ്ടാണോ നീ എന്നെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഐസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ശക്തി നീ എടുത്തൊഴിവാക്കിയത്. ഐ ഡോണ്ട് നോ. The poem begins with the famous line when I consider how my light is spent. ഈ തുടങ്ങുന്ന തന്നെ ഈ ലൈൻ വെച്ചിട്ടാണ്. ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഈ വാട്ട്സ് മീൻ ലൈറ്റ് ഇൻ ദി സെൻസ് ലൈറ്റ് മീൻസ് ഐസൈറ്റ് ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് എൻ്റെ കാഴ്ചശക്തി ഇത്രയും കാലം ഉപയോഗിച്ചതെന്ന് ഞാൻ ഇന്ന് ആലോചിച്ച് പോവുകയാണ്. In which Milton reflects on the fact that he has lost in his vision which he sees as a talent given to him by God. എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഐസൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നൊരു കഴിവാണ്, ഒരു വരമാണ്, പക്ഷെ ഞാനത് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞാൽ മിൽട്ടൺ പറയുന്നത്. പിന്നെ പറഞ്ഞത് he then questions how he can continue to serve God without his gift and worries that he will be punished for his inability to use it. ഇയാൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഇനി ദൈവം അങ്ങനെ പണിഷ് ചെയ്യുമോ, ഞാനിത് അത്ര നല്ലോണം യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഐസൈറ്റ്, അതുകൊണ്ട് തന്നെ ദൈവം എന്നെ പണിഷ് ചെയ്യുമെന്നൊക്കെ പേടിക്കുന്നുണ്ട് ആര്, മിൽട്ടൺ. However, as his poem progresses, Milton comes to a realization that his worth does not depend on his ability to write, but on his willingness to serve God in any way he can. അപ്പോൾ ഞാൻ ലാസ്റ്റ് എത്തുമ്പോൾ പറയുന്നുണ്ട് ഇനി എനിക്ക് ഈ കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ ആയിരിക്കണം, വില്ലിങ്നെസ് ടു സെർവ് ഗോഡ് ഇൻ എനി വേ ഹി ക്യാൻ. തൻ്റെ ദൈവത്തെ എങ്ങനെയൊക്കെയാണോ ഇയാൾക്ക് സെർവ് ചെയ്യാൻ കഴിയുക ആ വഴിക്ക് എന്ത് ചെയ്യണം, സെർവ് ചെയ്യുമെന്ന് പറയണം. പറഞ്ഞ് നിർത്തുന്നൊരു ലൈനുണ്ട്. എങ്ങനെയാണ്, ഹി കംസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ഡിമാൻഡ് ദാറ്റ് ഹി പ്രൊഡ്യൂസ് ഗ്രേറ്റ് വർക്ക്സ് ബട്ട് സിംപ്ലി ദാറ്റ് ഹി ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് ഒബീഡിയൻറ്റ് to his will. The poem ends with the Milton's declaration that they also serve who only stand and wait, suggesting that even those who are unable to actively serve to God can still be value of him through their faith and his devotion. ഈ ഒരു ലൈനാണ് അമേരിക്കൻ നേവിയുടെ ഒരു ടാഗ് ലൈൻ കേട്ടോ, മറന്നു പോകണ്ട. They took the tagline from Milton's Paradise Lost. ഇതാണ് they also serve who only stand and wait. ആർക്ക് കാത്തിരിക്കുന്നവൻ എന്തുള്ളൂ, ദൈവത്തെ ആരാധിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് ഇസ് കൺസിഡർഡ് വൺ ഓഫ് ദി മിൽട്ടൺ മോസ്റ്റ് പവർഫുൾ ആൻഡ് മൂവിങ് പോയംസ്. അത്രയാണ് നമ്മുടെ മിൽട്ടൻ്റെ 3 വർക്ക്സ് 4 വർക്ക്സ് ആണ് കേട്ടോ. ഒന്ന് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ്, ഒന്ന് പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗൈൻഡ്, എറോപ്പച്ചിറ്റിക്ക. ഓർത്ത് വെക്കുന്ന വർക്കിൽ 4 കേട്ടോ, മറന്നു പോകണനി. അടുത്തത് ആൻഡ്രൂ മാർവൽ. ഹു ഈസ് ആൻഡ്രൂ മാർവൽ? ആരാണ് ആൻഡ്രൂ മാർവൽ? ഹി ഈസ് എ ഫെലോ പോയറ്റ് ഓഫ് മിൽട്ടൺ.
മിൽട്ടന്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു കണ്ടംപററി പോയിട്ടാണ് ആര് ആൻഡ്രൂ മർവൽ എന്ന് പറഞ്ഞ പോയിട്ട്. ആൻഡ്രൂ മർവൽ വാസ് എ പ്രൊലിഫിക് റൈറ്റർ ആൻഡ് സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ ടു ഹിസ് കോയ് മിസ്ട്രസ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടു ഹിസ് കോയ് മിസ്ട്രസ്. ഹൂ റോട്ട് ടു ഹിസ് കോയ് മിസ്ട്രസ്? This is perhaps Marvel's best known poem, a witty and passionate plea to a reluctant lover. അതായത് ഒരു ലവറോടുള്ള ഒരു പ്ലീ ആണ്, ഒരു അപേക്ഷയാണ്. അവൾ തൻ്റെ സ്നേഹം, തൻ്റെ ഇഷ്ടം അവൾ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനുള്ളൊരു ഒരു പ്ലീ ആയിട്ടാണ് ഈ ഒരു പോയം വരുന്നത്, ടു ഹിസ് കോയ് മിസ്ട്രസ്. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് പോയം ബൈ ആൻഡ്രൂ മാർവൽ. പിന്നെ ഗാർഡൻ, നെക്സ്റ്റ് അപ്ലോട്ടൺ ഹൗസ്, ഒറേഷനോട് അപ്പോൺ ക്രോംസ്വെൽ റിട്ടേൺ ഫ്രം അയർലൻഡ്, ദ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ദി ഗവൺമെൻറ് അണ്ടർ ഹിസ് ഹൈനസ് ഓഫ് ദ ലോർഡ് പ്രൊട്ടക്റ്റഡ്, എ ഡയലോഗ് ബിറ്റ്വീൻ ദ സോൾ ആൻഡ് ബോഡി. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു പോയാൽ മതി. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടു ഹിസ് കോയ് മിസ്ട്രസ് മാത്രമാണ്. അതിൻ്റെ ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ടു ഹൂ റോഡ് ദ പോയം ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ മുന്നിട്ടോ. ഒന്ന് ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ട. അങ്ങനെ ആര് കഴിഞ്ഞു? ചാൾസ് ഫസ്റ്റിൻ്റെ ഭരണം ഇവർക്ക് മതിയായി. മതിയായിട്ട് ഇവരെന്ത് ചെയ്യാണ്? ഇവരെ പുറത്താക്കുകയാണ്. ഈ ചാൾസ് ഫസ്റ്റിനെ കൊന്നിട്ട് ചാൾസ് സെക്കൻഡ്, അയാളുടെ മകളായ ചാൾസ് സെക്കൻഡിനെ അവിടുന്ന് ഡിത്രോൺ ചെയ്യുന്നു, അല്ലേ, ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രാജ്യം നാട് കയറ്റിവിടുന്നുണ്ട്. The Restoration Age refers to a period of England literature and culture that followed the restoration of the monarchy under King Charles II in 1660. അപ്പോൾ നമ്മൾ കോമേഴ്സ് പീരീഡ് കഴിഞ്ഞു, നമ്മൾ റെസ്റ്റോറേഷൻ പീരീഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാൾസ് സെക്കൻഡിന്, ചാൾസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാൾസ് സെക്കൻഡ് എങ്ങോട്ട് നാട് നടത്തിയിട്ടുണ്ട്? ഫ്രാൻസിലേക്ക് നാട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് കുറച്ച് വലുതായി, അവനിപ്പോൾ ഒരു യുവരാജാവായിട്ട് മാറി നിൽക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം? ഹി വാണ്ടഡ് ടു റീഗെയിൻ ഹിസ് കിങ്ഡം ആൻഡ് ഹി മെറ്റ് ദ ഫ്രാൻസ് കിങ് ആൻഡ് നീഡഡ് സം ഹെൽപ്പ് ഫ്രം ദാറ്റ് കിങ്. അങ്ങനെ ആ കിങ്ങിൽ നിന്നും ഹെൽപ്പ് ചോദിച്ചു. ആൻഡ് ഹി അഗ്രീഡ്, ബിക്കോസ് അവർക്ക് ഇംഗ്ലണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി സുഖമാണ്, കാരണം അവരുടെ ഒരു കിങ്ഡം കുറച്ച് വലുതാക്കാമല്ലോ. അങ്ങനെ ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി ചാൾസ് സെക്കൻഡ് എവിടേക്ക് വരികയാണ്? ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അവരുടെ കിങ്ഡം റീസ്റ്റോർ ചെയ്യുകയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് റെസ്റ്റോറേഷൻ പീരീഡ്. ഓക്കെ. After the Puritan Commonwealth period, this era was characterized by a renewed interest in classical cultural literature as well as a new sense of freedom and experimentation in the arts. അങ്ങനെ ഇത്രയും കാലം ഇവർ ഈ സ്ട്രെസ്സും ഇവർ ഈ നല്ല ബുദ്ധിമുട്ടിൽ നിന്ന സമയത്ത് നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരാൻ പോവാണ്. വെൻ ചാൾസ് സെക്കൻഡ് കംസ് ടു ദ ത്രോൺ, അല്ലേ? ചാൾസ് സെക്കൻഡ് വന്ന സമയത്ത് നിന്ന് തീർത്തും ഒരു പെട്ടെന്നൊരു മാറ്റം വരികയാണ്. കാരണം തിയേറ്റർ റീഓപ്പൺ ചെയ്യുന്നു, ആർട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ചാൾസിന് കൊടുക്കുന്നു, ലിറ്ററേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം ഒരുപാട് പാട്രണേജ് കൊടുക്കുന്നുണ്ട് റൈറ്റേഴ്സിന്, ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കണം ആർക്ക്? ഈ റൈറ്റേഴ്സിനൊക്കെ ചാൾസ് സെക്കൻഡ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദ ലിറ്ററേച്ചർ ഫീൽഡ് വാസ് ഫ്ലറിഷിംഗ് അഗെയിൻ. During the Restoration period, drama flourished, and this era is known for its witty and sophisticated comedies such as those written by playwrights William Congreve, George Etheridge, and John Vanbrugh. These plays often explored the theme of sex, love, and marriage, and featured comic photos and clever dialogues. ഈ സമയത്താണ് റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്ന ഒരു ജാനർ വരുന്നത്. നിങ്ങൾക്ക് ആർക്കും റെസ്റ്റോറേഷൻ കോമഡി ഒരു ഉദാഹരണം ആർക്കും പറയാൻ പറ്റുമോ? എക്സാമ്പിൾ ഫോർ റെസ്റ്റോറേഷൻ കോമഡി, അല്ലെങ്കിൽ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വിളിക്കാറുണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേകളെ. ആർക്കും അറിയാമോ? Have you go to that play, The School for Scandal by Sheridan? അത് പഠിച്ചിട്ടുണ്ടോ? സ്കൂൾ ഫോർ സ്കാൻഡൽ അത് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ അല്ലേ? അല്ലേ വേണ്ട. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് അതും പഠിച്ചിട്ടില്ല. ഇതൊക്കെ കോമഡി ഓഫ് മാനേഴ്സിന് എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ കുറച്ച് പറയുന്ന സമയത്ത് ദ പീരീഡ് ഓൾസോ നോൺ ആസ് ദ റൈസ് ഓഫ് ദി നോവൽ വിത്ത് notable works including Afra Ben's The Rongo and The Rover, as well as Samuel Pepys' famous diary, which provides a vivid and detailed account of the life of the Restoration era in London. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആ സമയത്ത് ഇതിലൊരു ഫേമസ് റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ജോൺ ഡ്രൈഡൻ വാസ് എ ഫേമസ് റൈറ്റർ ഇൻ ദറ്റ് പീരീഡ്. ആൻഡ് ഡ്രൈഡൻ്റെ കുറച്ച് വർക്കുകൾ നോക്കിയപ്പോൾ Absalom and Achitophel, it's a famous work. Conquest of Granada, famous All for Love, Annus Mirabilis, Essay of Dramatic Poesy, Macfluckno, Hind and the Panther. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്ക് മാക്ഫ്ലക്നോയും അതുപോലെ തന്നെ എസ് ഓഫ് ഡ്രമാറ്റിക് പോയസിയുമാണ്. ഇത് രണ്ടുമാണ് അതായത് ഫേമസ് വർക്ക്സ് എന്ന് പറയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഓൾ ഫോർ ലവും നമുക്ക്
ഒന്ന് നോക്കി പോകേണ്ട വർക്കാണ്. ബാക്കിയുള്ള വർക്ക് ജസ്റ്റ് നോക്കി വായിച്ചു പോയാൽ മാത്രം അത് അതിന് ഇമ്പോർട്ടൻറ്റ് നോക്കി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. മാക്സ് ഫ്ലക്നോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആബ്സലം നോക്കി സർട്ടിക്കൽ പോയം അൽഗോറിക്കലി ടെൽസ് സ്റ്റോറി ഓഫ് റിബലിയൻ അഗൈൻസ്റ്റ് കിങ് ചാൾസ് സെക്കൻഡ് ഇൻ 1681 ആൻഡ് ദ ഡൗൺഫോൾ ഓഫ് ദി ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറി. ദ കോൺക്വസ്റ്റ് ഓഫ് കാനഡ അത്ര ഇമ്പോർട്ടൻ്റ്. ഓൾ ഫോർ ലവ് ദിവസം നോക്കി പോവുക. A tragedy based on the story of Antony and Cleopatra, which was praised for his poetic language and psychological depth. Then essay of dramatic poesy, a critical essay that defends the art of drama and explores the nature of tragedy and comedy. ഇതിലാണ് ട്രാജഡിയും കോമഡിയും പറ്റി ഡിഫറൻഷ്യേറ്റ് പറഞ്ഞ ഏത് വർക്കിലാണ്? എസ്സേസ് ഓഫ് ഡ്രാമാറ്റിക് പോയസി. ഐ തിങ്ക് കഴിഞ്ഞ ടെറ്റിലും മുന്നത്തെ ടെറ്റിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതായത് ഹൂ റോട്ട് ദ എസ്സേസ് ഓഫ് ഡ്രാമാറ്റിക് പോയസി എന്ന് പറയുന്ന ആ ഒരു വർക്ക് ആരാണ്? ഡ്രൈഡൻ്റെ ക്രിട്ടിക്കൽ എസ്സേ ആണ് കേട്ടോ. മറന്നു പോകേണ്ട ഇനി ആരും ഓർത്ത് വെച്ചോളി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട കേട്ടോ. പിന്നെ മാക്സ് ഫ്ലക്നോ, സെറ്ററിക്കൽ പോയം ദാറ്റ് ലാംബൂൺസ് റൈവൽ പോയറ്റ് തോമസ് ഷാഡ്വെൽ ആൻഡ് ഹിസ് ലിറ്റററി സ്റ്റൈൽ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ മാക്സ് ഫ്ലക്നോ വിച്ച് ഓഫ് ദി ഫെലോ പോയറ്റ് ദാറ്റ് ഹി ജോൺ ബ്രൈഡൻ മോക്സ് വിത്ത്. ആര് ഈ ഒരു പേര് തോമസ് ഷാഡ്വെൽ, ഈ ഒരു റൈറ്ററാണ്. ഈ റൈറ്റർ എന്ന് പറയുന്നത് ജോൺ ബ്രൈഡൻ്റെ ഒരു കണ്ടംപററിയാണ്. അയാളെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു പോയമാണ്, അല്ലെങ്കിൽ ഒരു എപ്പിക്കാണ് എന്ത്? മാക്സ് ഫ്ലക്നോ. ആൻഡ് ഇറ്റ്സ് കോൾഡ് ആസ് മോക്ക് ഹീറോയിക് എപ്പിക്. ഇറ്റ്സ് നോട്ട് എ റിയൽ എപ്പിക്, ഇറ്റ്സ് കോൾഡ് എ മോക്ക് ഹീറോയിക് എപ്പിക് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. മാക്സ് ഫ്ലക്നോ മറന്നു പോകണ്ട. ദ ഹിന്ദൻ പാനലും ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്തതാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ആൻഡ് ന്യൂ ക്ലാസിക്കൽ ഏജ്. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു, നമ്മുടെ റെസ്റ്റോറേഷൻ പീരീഡ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ഓർ ന്യൂ ക്ലാസിക്കൽ ഏജ്. ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റെഫേഴ്സ് എ പീരീഡ് ഓഫ് ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ഗ്രോത്ത് ആസ് occurred during the 18th century in England. It was characterized by an emphasis on reason, rationality and scientific thinking. അതായത് നമ്മളെ റൊമാൻറ്റിക് പീരീഡ് തൊട്ട് മുന്നുള്ള ഒരു ഏജാണ്. ഒരു വളരെ കുറഞ്ഞൊരു പീരീഡേ വരുന്നുള്ളൂ. ചെറിയൊരു 1700 മുതൽ 1750 ആ ഒരു സമയം വരെ, 1705 1750 ആ ഒരു 10-40 വർഷം എന്നുള്ളത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അത്ര വലിയൊരു ഇതൊന്നുമില്ല. ഈ സമയത്താണ് നോവൽസുകളൊക്കെ ഫ്ലറിഷ് ചെയ്യുന്ന സമയമാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ പീരീഡിലാണ്. പിന്നെ സം ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റൈറ്ററി ഫിഗേഴ്സ് ഓഫ് ദി ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് ഇൻക്ലൂഡ് ജോൺ ലോക്ക്, അലക്സാണ്ടർ പോപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ്, ജോൺ സ്വിഫ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സാമുവൽ ജോൺസൺ ഇമ്പോർട്ടൻ്റ് ആണ്, ജോസഫ് എഡിസണും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറ്റ് ദാറ്റ് ടൈം ദ പീരിയോഡിക്കൽസ്, പീരിയോഡിക്കൽസ് എന്താ പീരിയോഡിക്കൽസ്? അപ്പോൾ നമ്മൾ വനിതയൊക്കെ വരുമല്ലോ, വനിത മാസത്തിലാണ് ആഴ്ചയിലാണ്, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓരോ മാസത്തിൽ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊക്കെ ഇറങ്ങുന്ന പീരിയോഡിക്കൽസ് ഉണ്ടാവും. ആ സമയത്ത് ഒരുപാട് കണ്ടംപററി ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന പീരിയോഡിക്കൽസ് ഉണ്ടാവും. അത് വിളിക്കുന്ന പേരാണ് നമ്മൾ പീരിയോഡിക്കൽസ്. അതിൻ്റെ ആളാണ് റിച്ചാർഡ് സ്റ്റീലും അതേപോലെ തന്നെ ജോസഫ് എഡിസണും. ഇവർ രണ്ടുപേരുടെ ആൾക്കാരാണ് കേട്ടോ. അത് മറന്നു പോകണം, കാരണം ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, മറന്നു പോകണ്ടൊന്നും. അതുമ്പോൾ അലക്സാണ്ടർ പോപ്പിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കി പോകണം. അലക്സാണ്ടർ പോപ്പ് ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നുള്ള ഏരിയയാണ് അലക്സാണ്ടർ പോപ്പിൻ്റെ. റേപ്പ് ഓഫ് ദി ലോക്ക്, ദിസ് മൂക്ക് എപ്പിക് പോയം satirizes the vanity and superficiality of high society in 18th century England, using the left of a lock of hair as metaphor for a major social scandal. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ബെലിൻഡ, അതായത് ഒരു സ്റ്റോറി ഓഫ് എ യങ് വുമൻ നെയിംഡ് ബെലിൻഡ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ കഥ പറയുന്ന ആ ബെലിൻഡയുടെ ഒരു കുറച്ച് മുടിയുടെ കെട്ട് ഒരു ഇതാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നൊരു സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. The Rape of the Lock is a mock epic poem written by Alexander Pope, published in 1712. The poem is a satirical commentary on the social norms and customs of 18th century English high society. It has a story of a young woman named Belinda who has a lock of hair cut by a suitor, causing minor scandal. Pope uses a trivial event as a metaphor. നമുക്ക് നോക്കാനുള്ള ബെലിൻഡ പറഞ്ഞ പേര് ഓർത്തു വെക്കാം. ആൻഡ് ദ പോയം ബിലോങ്സ് ടു ഹൂം? അലക്സാണ്ടർ പോപ്പ് എന്ന് ഓർത്തു വെക്കുക. അത് രണ്ട് മാർഗ്ഗം നോക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും അത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്. അറിയുന്ന സാധനം എന്നല്ല, നിങ്ങൾ അത്ര നോക്കി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു തീം മാത്രം നോക്കി വെച്ച് പോയാലും മതി. അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്കാണ് എന്ത്? നമ്മുടെ റേപ്പ് ഓഫ് ദി ലോക്കിൽ വരുന്ന മെയിൻ ക്യാരക്ടർ പേര് എന്താണ്? ബെലിൻഡ. എന്തായിരുന്നു ബെലിൻഡയുടെ ഒരു ലോക്ക് എന്താണ്? ഒരു നമ്മുടെ ഈ തലമുടി കെട്ടില്ലേ, അതിനാണ് ലോക്ക് എന്ന് പറയാം. ആ ഒരു സാധനം ഹെയർ കട്ട് ഓഫ്, ഒരു ലോക്ക് ഓഫ് ഹെയർ കട്ട് ഓഫ് ബൈ സ്യൂട്ടർ. അതിന് ഒരു സ്യൂട്ടറിൻ്റെ സെവൻ വന്നിട്ട് കട്ട് ചെയ്ത് പോകുന്ന, അതിന് ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറച്ച് സ്കാൻഡൽസും കുറച്ച് പരദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വർക്കാണ് എന്ത്? റേപ്പ് ഓഫ് ദി ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ നെസ്സേ ആൻഡ് ക്രിറ്റിസിസം, ഇത് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ എർ ഈസ് ഹ്യൂമൻ ടു ഫൊർഗിവ് ഡിവൈൻ, അത് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ലൈന് വന്നിട്ടുള്ള എവിടുന്നാണ്? അലക്സാണ്ടർ പോപ്പിൻ്റെ ഫേമസ് എസ്സേ ആയ
ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ വർക്ക് എന്നാണ് കേട്ടോ, മറന്നു പോകേണ്ട. ഈ 2 വർക്കാണ് അതായത് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുള്ളത്. ഒന്ന് റേപ്പ് ഓഫ് ദി ലോക്കും പിന്നെ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. This essay presents Pope's thought on literary criticism and the proper way to judge a work of literature. It includes the famous line, "To err is human, to forgive is divine." മറന്നു പോകണ്ട കേട്ടോ. The quote is that making mistakes is a natural part of being human and the forgiveness is a divine quality that is often difficult for humans to achieve. അതായത് തെറ്റ് പറ്റുക എന്നുള്ളത് എന്താണ്, മനുഷ്യസഹജമാണ്, തെറ്റാർക്കും പറ്റും. അത് പുറത്തു കൊടുക്കാൻ, അത് ഫൊർഗീവ് ചെയ്യാനുള്ളൊരു കഴിവ് എന്താണ്, ഡിവൈനാണ്. എല്ലാവർക്കും കിട്ടില്ല, അത് കുറച്ചൊക്കെ മാത്രമേ കിട്ടുള്ളൂ. In other words, the quote highlights the importance of forgiveness and suggests that we should strive to forgive others for their mistakes, just as we hope to forgive for our own. The quote has become a popular saying and it is often used to express the idea that forgiveness is an important virtue that can bring peace and healing to individuals and communities. കാരണം അത് റെഡ് കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടോ, അത് മറന്നു പോകണ്ട. ആൻഡ് ഹൂ റോട്ട് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം? ആരാണ്? അലക്സാണ്ടർ പോപ്പ്. മറന്നു പോകണ്ട കേട്ടോ. ഇനി മറന്നിട്ട് പിന്നെ അവിടെ എക്സാമ്പിൾ പോയിട്ട് മാപ്പ് നോക്കി ഇരിക്കാൻ നിൽക്കണ്ട. അടുത്ത എസ്സേ ഓൺ മാൻ, ടൻസിയാർഡ്, എപ്പിസോഡ് ഡോക്ടർ ആൽബർട്ട് നോട്ട്, ഇതൊക്കെ അവിടെ വർക്കാണ് കേട്ടോ. എപ്പിസോഡ് ഡോക്ടർ ആൽബർട്ട് നോട്ട് ദിസ് പേഴ്സണൽ ആൻഡ് സറ്റൈറൽ പോയം റിഫറൻസ് പോപ്സ് ലിറ്റററി റെപ്യൂട്ടേഷൻ അഗെയിൻസ്റ്റ് ഹിസ് ക്രിറ്റിക്സ് ആൻഡ് ഇൻക്ലൂഡ് സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് ലൈൻസ് ജസ്റ്റ് ഹൂ ബ്രേക്സ് എ ബട്ടർഫ്ലൈ അപ്പോൺ എ വീൽ. അതായത് ഇതുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, ഒരുപാട് ആൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മറ്റു റൈറ്റേഴ്സ്. അതിനെതിരെ ഒരു വർക്കുണ്ട്, എപ്പിസോഡ് ഡോക്ടർ ആൽബർട്ട് നോട്ട്. ഇതിൽ ആൽബർട്ട് നോട്ട് ഇൻ ദ പോയം പോപ്പ് യൂസസ് മെറ്റഫോർ ബ്രേക്കിംഗ് ബട്ടർഫ്ലൈ അപ്പോൺ എ വീൽ ടു ക്രിറ്റിസൈസ് ദ വേ പവർഫുൾ പീപ്പിൾ ഓഫൻ യൂസ് ദെയർ ഇൻഫ്ലുവൻസ് ടു ക്രഷ് ഓർ പെർസിക്യൂട്ട് ദോസ് ഹു ആർ വീക്കർ ദാൻ ദം. കാരണം വെച്ചാൽ ബ്രേക്കിംഗ് ബട്ടർഫ്ലൈ അപ്പോൺ എ വീൽ എന്ന് പറഞ്ഞാൽ ഈ വലിയ ആളുകളൊക്കെ എന്തിനാണ് ഈ ചെറിയ കുഞ്ഞു ആളുകൾ വെറുതെ വന്നിട്ട് തോണ്ടാൻ നിൽക്കുന്നത്, അത് വെറുതെ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കുന്നത്, അങ്ങനൊരു ഇതാണ് പറയുന്നത്. The phrase has since become a well-known idiom used to criticize actions that seem disproportionately harsh or unjustified. അതായത് വലിയ നിലയിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ പണിയെടുത്താൽ മതി, നമ്മുടെ ചെറിയ തട്ടിൽ നിൽക്കുന്ന ആൾ വെറുതെ ഉപദ്രവിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ ഒരു വർക്കാണ് എപ്പിസോഡ് ഡോക്ടർ ആൽബർട്ട് നോട്ട് കേട്ടോ. പിന്നെ അടുത്തതാണെന്ത്, ജനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ്. ഗളിവേഴ്സ് ട്രാവൽസിൽ 4 ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോയത്. വാസ് ആൻ ആംഗ്ലോ ഐറിഷ് റൈറ്റർ ആൻഡ് ക്ലറിക് ഹു ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സറ്റാരിസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഫേമസ് വർക്ക് ഗളിവേഴ്സ് ട്രാവൽസ് നമുക്കറിയാം. ദിസ് നോവൽ പബ്ലിഷ്ഡ് ഇൻ 726, historical masterpiece that tells the story of a traveler named Lemuel Gulliver and his adventures in 4 fictional lands. Fictional lands ഒക്കെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രാവൽസ് is a novel the book is a satire that tells the story of Lemuel Gulliver, the ship surgeon who travels to 4 fictional lands, each with its own unique society and culture. The first 2 lands Gulliver visits are Lilliput and Blefuscu, where the people are only 6 inches tall and their long-lasting feud between the 2 nations over the proper way to crack eggs. The third land, Laputa, and the people of with mathematics and science to the point of absurdity. And the fourth land, how അതിൻ്റെ പേര് നമുക്ക് കിട്ടില്ല, അങ്ങനെ പേരാണ് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ 4 ലാൻഡ്സ് ജസ്റ്റ് ഓർത്ത് വെക്കുക, പിന്നെ ഗൾഫ് സ്റ്റാൾസ് എഴുതിയാളുടെ പേരും ഓർത്ത് വെക്കുക. പിന്നെ മോഡസ്റ്റ് പ്രപ്പോസൽ, ബാറ്റിൽ ഓഫ് ദി ബുക്സ് ആൻഡ് എ ടെയിൽ ഓഫ് എ ട്യൂബ്, അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ് എന്താ വെച്ചാൽ ഈ ക്ലാസ്സും കൂടെ കൊണ്ടുപോകും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് കൊണ്ടുപോകാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? മറ്റേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മൊത്തം കിടക്കും, നമുക്ക് തീർക്കാൻ പറ്റില്ല സമയത്തിന്. എന്താ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളി. നമ്മൾ കുറച്ചൊരു ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന് 10-15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മെച്ചം എന്താ വെച്ചാൽ ക്ലാസ്സും ഒരേ സമയത്ത് പോകും, അറ്റ് ദ സെയിം ടൈം ക്വസ്റ്റ്യൻ ക്യൂബ് ഡിസ്കഷനോട് ഒരു സമയത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഒരിതുണ്ടാവും. നിങ്ങൾ പഠിച്ച് നമ്മളൊക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യാം എന്നുള്ള അഭിപ്രായം പറഞ്ഞോളി. അങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ. നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടോ? ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എടുത്തിട്ടില്ലല്ലോ. മെത്തേഡ് അപ്രോച്ച് തുടങ്ങി വെച്ചു തോന്നുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു എൻ്റെ ഓർമ്മ. മെത്തേഡ് ഇതാണ്, അപ്രോച്ച് എനിക്ക് പറഞ്ഞ പോലെ തോന്നി എനിക്ക്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് തുടങ്ങാനുണ്ട് കേട്ടോ. അത് വലിയൊരു ടോപ്പിക്കാണ്, കാരണം 8-9 മാർക്ക് വരുന്ന ഏരിയയാണ് ആ സാധനം. അത് നമുക്ക് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനുണ്ട്. അപ്പോൾ അതും നമ്മൾ വൈകാതെ തുടങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത ക്ലാസ് മിക്കവാറും മൺഡേ ആയിരിക്കും. മൺഡേ അല്ല, ഇന്ന് വെള്ളിയല്ലേ, മിക്കവാറും നാളെയും ക്ലാസ് ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് മാക്സിമം തീർക്കാവുന്ന ഇത്രയും പെട്ടെന്ന് തീർക്കണം, ഇല്ലെങ്കിൽ എനിക്ക് റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം വേറെ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ. കൂടുതൽ സ്ട്രെസ് എടുക്കാൻ വയ്യ. ഒന്നാമെന്ന് വെച്ചാൽ എനിക്ക് അസുഖം മാറി വരുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല ഞാൻ.
പതുക്കെ മാറി വരുന്നത്. അപ്പോൾ ഓവർ സ്ട്രെസ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞോണ്ട് തന്നെ ഫുൾ ഓവർ ക്ലാസ് എടുക്കാത്ത കൊണ്ടാണ് ഒരു 15 മിനിറ്റ്സ് നിർത്താനുള്ള കാരണം തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി സാമുവൽ ജോൺസൺ എത്തി നിൽക്കണം നമ്മൾ. നമുക്കിനി എത്ര ബാക്കിയുണ്ട്? ഇനി കുറേ പോകാണ്ട്, നമ്മൾ കുറേ എത്താനുണ്ട്. എത്തിയിട്ടൊന്നുമില്ല, കുറേ ഇനിയും പോകാണ്ട്. അപ്പോൾ നമ്മൾ റൊമാൻറ്റിസം എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. ഇനി അടുത്ത ക്ലാസ് മിക്കവാറും ഇതായിരിക്കും, ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് സൈക്കോളജിയും പെഡഗോജിയും എടുക്കാണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ടൗൺ തീരില്ല, ഏതും തീരാത്ത പോലത്തിലേക്കാരം വരട്ടെ കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നന്നായി പഠിക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ റൈറ്റേഴ്സും തരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ നോക്കി റൈറ്റേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കി പോയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പല റൈറ്റേഴ്സ് ഇപ്പോൾ ഞാൻ ഇന്ന് പോലെ റൈറ്റേഴ്സിനെ പറഞ്ഞ ആ റൈറ്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് HSIക്കും ഉപകാരപ്പെടും, അതുപോലെ തന്നെ കേട്ടറ്റിനും ഉപകാരപ്പെടും. ഓക്കെ അപ്പോൾ ശരി.